കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ വലിയ തരത്തിൽ പ്രതിഷേധം ഉയർത്തേണ്ട സാഹചര്യത്തിലും സംസ്ഥാന സർക്കാരിനെതിരെ ഈ ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ്. SCCയുടെ നേതൃത്വത്തിലുള്ള ആശാവർക്കർമാരുടെ സമരം. അതെ. അപ്പോൾ ആ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നിപ്പോൾ അവരുടെ മാർച്ചൊക്കെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷം വലിയ പിന്തുണ അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യൂണിയനുകൾ, തൊഴിലാളി യൂണിയനുകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. INTUC ഇതിൽ യാതൊരു ബന്ധവുമില്ല. അവർ ഈ കാര്യത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ ഇതിനൊപ്പം ചേരുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത സമയത്ത് അനിശ്ചിതകാല സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് ഇന്ന് രംഗത്തെത്തിയിരിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ഈ വിഷയങ്ങളൊന്നും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രത്തിനെതിരെ നടക്കേണ്ട ഒരു സമരത്തിന്റെ കാര്യത്തിൽ യാതൊരു നിലപാടും പറയാത്ത, അതിലൊരു അഭിപ്രായ പ്രകടനവും നടത്താത്ത ആളുകൾ, പ്രതിപക്ഷം ഈ വിഷയത്തെ കേരളത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നതാണ്. സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരം നടക്കുന്ന ഘട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾ ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ആണ് എന്നതാണ്. സംസ്ഥാനത്താകെ 24,000 ആശാവർക്കർമാരാണുള്ളത്. അതിൽ 1000-ഓളം ആശാവർക്കർമാർ മാത്രമാണ് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്തത്. സമരത്തിന് പിന്തുണ നൽകാതെ INTUC വിട്ടുനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജില്ലയിലും കോൺഗ്രസ് സമരം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ KPCC എല്ലാ ജില്ലകളിലും മാർച്ച് നടത്തുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ആ പിന്തുണ നൽകിക്കൊണ്ടുള്ള മാർച്ച് നമ്മളാണ് ഉദ്ഘാടനം ചെയ്തത്. അവർ പറയുന്നതിലൊരു ന്യായമില്ല. ഈ സമരത്തെ ചെയ്യുന്നവരെ ശത്രുക്കളെ പോലെ കാണുന്നത് ശരിയാണ്. രാജ്യത്ത് ആശാവർക്കർമാരുടെ ശമ്പളത്തിൽ കുടിശ്ശികയില്ലാതെ ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഇൻസെന്റീവ് ഇനത്തിൽ 100 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ട്. വസ്തുത ഇതായിരിക്കും കേന്ദ്രത്തിനെതിരെ സമരസമിതി മുദ്രാവാക്യം വിളിക്കാത്തത് സമരത്തെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുകയാണെന്ന് വീണ്ടും വ്യക്തമാവുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.